ചോറിനും അപ്പത്തിനും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു ചെറുപയർ കറിയാണ് ഇത്. ഞാൻ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല ഈ കറി തയ്യാറാക്കാൻ വേണ്ടി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ സ്കൂളിൽ കൊടുത്തേക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചെറുപയറാണ്. അതോടൊപ്പം തന്നെ തോരൻ പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/2 കപ്പ് കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി കുക്കറിൽ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് വേണം വേവിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഒരു 4 വിസിലിനൊന്ന് വേവിച്ചെടുക്കുക. അത് ഇതുപോലെ വെള്ളമായിട്ട് കിടപ്പുണ്ട്, ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളം കൂടുതൽ വെച്ചത് കാരണമാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക. വേഗം തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. 1-2 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി